ഈ എരിക്കിന്തിയിലൊരു ഭാഗത്ത് നാരായണൻ്റെ നോവലെപ്പറ്റി കൊച്ചരേത്തി അതിനെ സംബന്ധിച്ചൊരു ഭാഗം ഈ പുസ്തകത്തിൽ കാണാം. അതൊന്ന് വായിക്കാം. ആ നോവലിനെ അടയാളപ്പെടുത്തിയും സ്തുതിച്ചും ഒരു ലേഖനം എഴുതിയപ്പോൾ ചില മുഖ്യധാര എഴുത്തുകാർ എന്നെയും ഒപ്പം നോവലിനെയും പരിഹസിച്ചിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ബാലാകലേശം നാടകത്തെ വിമർശിച്ച പോലെയാണ് വിമർശിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എഴുത്തുകാർ വഷളാകുമെന്നും പി കെ രാജശേഖരൻ എനിക്ക് സാരോപദേശം നൽകി എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഒരു തമാശയായിട്ട് തോന്നിയൊരു കാര്യം, പി കെ രാജശേഖരൻ്റെ ഈ സാരോപദേശം അവസാനിച്ചിട്ടില്ലെന്ന്. ഇപ്പോൾ അടുത്ത കാലത്ത് മാധ്യമത്തിൽ പി കെ രാജശേഖരൻ്റെ ഒരു സുദീർഘമായ അഭിമുഖം വന്നു. ഇതേ വാദങ്ങൾ പി കെ രാജശേഖരൻ ആവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. പി കെ രാജശേഖരൻ്റെ അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്ക് ചെറായി രാമദാസ് അന്ന് തന്നെ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബാലാകലേശത്തെ മുൻനിർത്തിയുള്ള കാര്യം മാത്രമല്ല, ഒരു പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളെയും ഒരു സവർണനെയും കൂടി ഒരുമിച്ചിരുത്തുന്നത് തന്നെ ബുദ്ധി കൃഷി ചെയ്യുന്നവരെയും പോത്തിനെയും ഒരുമിച്ച് കൂട്ടിക്കെട്ടുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പി കെ രാജശേഖരൻ അങ്ങനെ പറഞ്ഞതിന് ഒരു തെളിവില്ലെന്നാണ്. ഒരു തെളിവും സ്വദേശാഭിമാനി അങ്ങനെ പറഞ്ഞതിനില്ല എന്നാണ് രാമകൃഷ്ണപിള്ള ഈ പി കെ രാജശേഖരൻ പറഞ്ഞത്. പക്ഷേ ചെറായി രാമദാസ് ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യം സമർത്ഥിക്കുകയും അവതരിപ്പിക്കുകയും കേരള സമൂഹത്തിന് അത് ബോധ്യം വന്നിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നാരായണൻ എന്ന് പറയുന്ന ഒരാൾ ഒരു നോവൽ എഴുതി രംഗത്ത് വരുന്നു. ആ എഴുതുന്ന ആളുടെ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്, സോഷ്യൽ ലൊക്കേഷൻ വളരെ പ്രധാനമാണ്. അതിശക്തമായിട്ട് വിമർശിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് നാരായണൻ്റെ കൊച്ചരേത്തി എന്ന് പറയുന്ന ഈ രാജശേഖരൻ. ജാതിവാദത്തിൻ്റെയും ജാതിഹിംസയുടെയും ആധാര ഗ്രന്ഥമായ എഴുത്തച്ഛൻ്റെ രാമായണത്തെ വാനോളം പുകഴ്ത്തുന്ന എത്രയോ പ്രഭാഷണങ്ങൾ ഈ പി കെ രാജശേഖരൻ നടത്തിയിട്ടുണ്ട്. കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ കാലിലെ പൊടി മറ്റുള്ളവർ തിന്നണമെന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ രാമായണത്തിലെ ഭാഗം യഥാർത്ഥത്തിൽ ബ്രാഹ്മണ സ്തുതി അല്ലെന്നും അത് ബ്രാഹ്മണരെ കളിയാക്കിക്കൊണ്ടുള്ളത് ഒന്നാണെന്നും പി കെ രാജശേഖരൻ പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇതൊരു സ്വയം അപഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മഞ്ഞിടത്തിങ്കൽ ദ്വിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്കാമാമടോ എന്ന് പറയുന്ന എഴുത്തച്ഛൻ ബ്രാഹ്മണരെ സ്തുതിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലാതെ ബ്രാഹ്മണരെ കളിയാക്കുകയോ ബ്രാഹ്മണരെ മാറ്റിമറിച്ചുകൊണ്ടൊരു പുതിയ പാഠം നിർമ്മിക്കുകയോ ഒന്നും അല്ല എഴുത്തച്ഛൻ ചെയ്തിട്ടുള്ളത്. നാരായണൻ്റെ കൊച്ചരേത്തി അതിശക്തമായി വിമർശിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന പി കെ രാജശേഖരൻ ജാതിഹിംസയുടെ ആധാരപാഠമായ മഹാഭാരതത്തെയോ രാമായണത്തെയോ ഭഗവത്ഗീതയോ ഉപനിഷത്തുക്കളെയോ വിമർശിക്കാൻ തയ്യാറായിട്ടേ ഇല്ല എന്നുള്ളത് ഇത്തരം സാഹിത്യ പടുക്കളുടെ പ്രത്യയശാസ്ത്ര ഭൂമിക സവർണഭാവുകത്വത്തിൽ നിലീനമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. സംശയലേശമന്യേ അത് വ്യക്തമാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം നാരായണനെ പോലെയുള്ള ഒരാൾ കടന്നു വരുമ്പോൾ സാഹിത്യത്തിൻ്റെ നഭോമണ്ഡലത്തിലേക്കൊരു സൂര്യനെ പോലെ നാരായൺ കടന്നു വരുമ്പോൾ അങ്ങനെയുള്ള സൂര്യന്മാരൊന്നും ഇവിടെ വരണ്ട. ഇവിടെ കാലങ്ങളായിട്ട് ബ്രാഹ്മണ സ്തുതി നടത്തുന്ന ആളുകളുണ്ട്, അവരുടെ നോവലും സാഹിത്യമൊക്കെ തന്നെ വായിച്ചാൽ മതി എന്നുള്ളതാണ്. തന്നെയല്ല, ഇത് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സാഹിത്യം എന്ന് പറയുന്ന നാലുകെട്ടിനുള്ളിൽ കറങ്ങുകയും മഹാഭാരതത്തിനുള്ളിൽ മാത്രം കടന്ന് കറങ്ങിയാൽ മതി എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര പാഠം സാഹിത്യത്തെ മുൻനിർത്തി ഇവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പി കെ രാജശേഖരൻ നാരായണൻ്റെ കൊച്ചരേത്തിയെ മാത്രമല്ല പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തെയും വിശദമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതിലും യാതൊരു സാഹിത്യ മൂല്യവും ഇല്ല, സാഹിത്യപരമായ എന്തെങ്കിലും മൂല്യമുള്ളൊരു കൃതിയല്ല ഈ പറയുന്ന സരസ്വതി വിജയം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ കൃതികൾ സാഹിത്യമുള്ളതാണോ സാഹിത്യമില്ലാത്തതാണോ, സാഹിത്യ ഭാവുകത്വമുള്ളതാണോ സാഹിത്യ ഭാവുകത്വം ഇല്ലാത്തതാണോ എന്ന് നിർണയിക്കുന്ന മാനദണ്ഡങ്ങൾ എന്താണ് പി കെ രാജശേഖരൻ്റെ കയ്യിലുള്ളത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനത്തിൽ ഉത്തമ സാഹിത്യമെന്നും അധമ സാഹിത്യമെന്നും ഒക്കെ നിർണയിച്ച് മറ്റുള്ളവരെ പുറന്തള്ളാൻ പി കെ രാജശേഖരൻ ആരാണ് അധികാരം കൊടുത്തത്? നമ്മൾ ഒരു ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ ചില തറവാട്ട് സാഹിത്യകാരന്മാരുണ്ട്. അവർ പറയുന്നത് യഥാർത്ഥ സാഹിത്യമാണോ അല്ലയോ എന്ന്. അവർ സാഹിത്യമാണെന്ന് പറഞ്ഞാൽ അത് സാഹിത്യം, അവർ സാഹിത്യമല്ലെന്ന് പറഞ്ഞാൽ സാഹിത്യമല്ല. ഈ പറയുന്ന ഒരു പ്രവണത കേരളത്തിൽ അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സാഹിത്യത്തെ നിർണ്ണയിക്കുന്ന ചില മാനദണ്ഡങ്ങൾ കേരളത്തിലെ സവർണ സാഹിത്യകാരന്മാർ നിർമ്മിച്ചെടുക്കുകയും അവർണ മാനദണ്ഡങ്ങൾ അനുസരിച്ച്
വരുന്നതിനെ മാത്രം സാഹിത്യമായി പരിഗണിക്കുകയും അല്ലാത്തതെല്ലാം തന്നെ സാഹിത്യമല്ല എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന ഒരു രീതിശാസ്ത്രം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാലാകലേശം എന്ന് പറഞ്ഞ നാടകത്തെ മുൻനിർത്തി സ്വദേശാഭിമാനി തന്നെ പറഞ്ഞത് വിമർശനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വിമർശനം പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാലാകലേശത്തെ മീൻ മണക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപ വാക്കുകൾ തന്നെ ബാലാകലേശത്തെ മുൻനിർത്തി ഉണ്ടായിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള സാഹിത്യ സൗന്ദര്യവും ഇല്ലാത്തൊരു കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാലാകലേശം എന്ന് പറയുന്ന വിമർശനം പി കെ രാജശേഖരൻ തന്നെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ട് പ്രബലധാര കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹിത്യ വിമർശന പന്താവിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ അതുവരെ ഉണ്ടായ സാഹിത്യ ചരിത്രം, അതിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാംസ്കാരിക ചരിത്ര പഠന രംഗം എന്ന് പറയുന്നത് രാമായണത്തെയും മഹാഭാരതത്തെയും അത്തരം സാഹിത്യ കൃതികളെയെല്ലാം തന്നെ പുരോഗമനാത്മകമെന്ന് വിലയിരുത്തുന്ന ഒരു പന്താവ് നിലനിൽക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിനെ വിമർശനാത്മകമായി പരിശോധിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് കേരളത്തിന് ഒരു പുതിയ ജനാധിപത്യ സമൂഹമായി തുറവി നേടിയെടുക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു പുതിയ വിചാര മാതൃകാ വ്യതിയാനം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരം ഒരു വിചാര മാതൃകാ വ്യതിയാനം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ പ്രധാനിയാണ് കെ കെ കൊച്ച് എന്ന് പറയുന്ന, യഥാർത്ഥത്തിൽ സരസ്വതി വിജയത്തെ വീണ്ടെടുത്തുകൊണ്ട് ഒരു പുതിയ വിചാര മാതൃക വ്യതിയാനമാണ് യഥാർത്ഥത്തിൽ, പുതിയെന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരു വിചാര മാതൃക വ്യതിയാനം കെ കെ കൊച്ച് സൃഷ്ടിച്ചത്. പോത്തൊരു കുഞ്ഞമ്പുവിനെ കൃതിയെ മുൻനിർത്തി അതുവരെ കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത, കേരളത്തിൽ ഇപ്പോഴും വലിയ പുരോഗമന സാഹിത്യകാരന്മാർ പറയുന്നത് ചിന്താവിഷ്ടയായ സീത വലിയ വിപ്ലവമാണ് എന്നുള്ളതാണ്. പക്ഷേ കെ കെ കൊച്ച് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ പറയുന്നത് കുമാരനാശാൻ്റെ വ്യാജ വിപ്ലവങ്ങൾ എന്നാണ് കെ കെ കൊച്ചിൻ്റെ ഒരു പഠനത്തിൻ്റെ പേര്, കുമാരനാശാൻ്റെ വ്യാജ വിപ്ലവങ്ങൾ. ടി എം യേശുദാസിനെ പോലെയുള്ള ആളുകൾ ഈ പറയുന്ന ആശാൻ്റെ സീതാകാവ്യം മാത്രമല്ല പ്രരോദനം ഉൾപ്പെടെയുള്ള സാഹിത്യകൃതികളെ മുൻനിർത്തി എങ്ങനെയാണ് ഇത്തരം കൃതികൾ ഈ പറയുന്ന ഹൈന്ദവ ബ്രാഹ്മണ മൂല്യബോധങ്ങളെ ഉറപ്പിച്ചെടുത്തിട്ടുള്ളതും അതുപോലെ ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു സാമൂഹ്യ സംഘർഷം യഥാർത്ഥത്തിൽ ഇത്തരം കൃതികൾ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത് എന്നുള്ള വായന ടി എം യേശുദാസിനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോഴാണ് ഇരിക്കിൻ തീയിലെ മാഷിൻ്റെ പ്രസ്താവനയിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് കടന്നു വരുന്നത്. ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് വായിച്ചാൽ മാഷ് എഴുതുന്നത് എങ്ങനെയാണ്: സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ബാലാകലേശം നാടകത്തെ വിമർശിച്ച പോലെയാണ് വിമർശിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എഴുത്തുകാർ വഷളാകുമെന്നും പി കെ രാജശേഖരൻ എനിക്ക് സാരോപദേശം നൽകിയെന്നാണ് പോക്കർ മാഷ് എഴുതുന്നത്. ഇതൊരു സാംസ്കാരിക ചൂണ്ടുപലകയാണ് എന്നുള്ളതാണ്. ഈ സാംസ്കാരിക ചൂണ്ടുപലക യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു വലിയ ഒരു പ്രശ്നത്തിൻ്റെ ഭൂമികയിലാണ് പോക്കർ മാഷ് ഈ ഒരു പ്രസ്താവന എഴുതുന്നതാണ് ഞാൻ കരുതുന്നത്. എന്താണ് മാഷിന് ഇത് സംബന്ധിച്ച് മാഷിൻ്റെ ഈ പ്രസ്താവനയോടുള്ള പ്രതികരണം? വാസ്തവത്തിൽ ലോകവ്യാപകമായി തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ സാഹിത്യത്തെ സംബന്ധിക്കുന്ന വായനയിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, അത് നമ്മുടെ ആഖ്യാനങ്ങളെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾക്കകത്ത് വെച്ച് വായിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് നമുക്ക് ആ അർത്ഥത്തിൽ സാധ്യമല്ലാതിരുന്ന ഒരു രീതിശാസ്ത്രം വാസ്തവത്തിൽ ലോകവ്യാപകമായി തന്നെ വികസിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ ഈ പറയുന്ന വരേണ്യ പണ്ഡിതന്മാർ എന്ന് കരുതപ്പെടുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റൊക്കെ അസാധുവാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു മാനദണ്ഡം കൊടുത്ത് ഇത് ഉത്തമ സാഹിത്യമാണ് മറ്റത് അധമ സാഹിത്യമാണ് എന്ന് മുദ്ര കുത്താൻ പറ്റില്ല. ഒരു കാലത്ത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഭാഷ തന്നെ അങ്ങനെയാണല്ലോ. ലീലാതിലകത്തിലൊക്കെ ഉത്തമ ഭാഷ അധമ ഭാഷ അങ്ങനെയാണല്ലോ, അപകൃഷ്ട ഭാഷ. അപ്പോൾ ഈ അപകൃഷ്ടം ഉത്തമം എന്നുള്ള സങ്കല്പം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് 70-കൾക്ക് ശേഷം ലോകവ്യാപകമായിട്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വലിയ മുന്നേറ്റം കീഴാളരുടെയും ന്യൂനപക്ഷങ്ങളുടെയും പുറന്തള്ളപ്പെട്ട മറ്റ് മനുഷ്യരുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കാരണം ഒരു മാനക ഭാഷ, ഒരു ഉത്തമ ഭാഷ എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് എല്ലാ ഭാഷകൾക്കും എല്ലാ ജനവിഭാഗങ്ങൾക്കും
സമൂഹത്തിൽ തുല്യമായി നിലനിൽക്കാനുള്ള ആവിഷ്കരിക്കാനുള്ള അവസരവും അവസ്ഥയും അംഗീകാരവും ഒക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം നിരന്തരം തള്ളിക്കളഞ്ഞ കേരളത്തിലെ എഴുത്തുകാരിൽ, വരേണ്യരായിട്ടുള്ള എഴുത്തുകാരിൽ ഒരു വിഭാഗമാണ് അംബേദ്കർ പ്രതിവിപ്ലവം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണിക ധാരയിൽ സ്ഥാനം ഉറപ്പിച്ച്. അംബേദ്കർ ഇന്ത്യയിലെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, പ്രത്യേകിച്ച് ഫിലോസഫി ഓഫ് റിലീജിയൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ടെസ്റ്റുകളിൽ അയാൾ പറയുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബുദ്ധൻ്റെ നേതൃത്വത്തിലും അതിനുശേഷവും അശോക സാമ്രാജ്യമൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ, വളരെ വിപുലമായിട്ട് വസ്തുതാപരമായി വിശദീകരിക്കുന്നുണ്ട്, സൈദ്ധാന്തികമായും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അതൊരു വലിയ വിപ്ലവകരമായിട്ടുള്ള ജീവിത മാതൃകയായിരുന്നു, ജീവിത ദർശനമായിരുന്നു. മറിച്ച് മറുഭാഗത്ത് ഇതിനെ തകർക്കാൻ വേണ്ടി ഈ വരേണ്യ വിഭാഗത്തിന് വേണ്ടി മാത്രം ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതിവിപ്ലവം അരങ്ങേറുകയും ആ പ്രതിവിപ്ലവം ഇന്ത്യയിൽ വിജയിക്കുകയും ചെയ്തു. പ്രതിവിപ്ലവം പലപ്പോഴും ലോകത്ത് വിജയിക്കാറുണ്ട്, ഇന്ത്യയിലും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ വിജയിച്ചതിൻ്റെ കൂടെ നിൽക്കണോ, നമ്മൾ നീതിയുടെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിൽക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ പുരോഗമന ആളുകൾ അഭിമുഖീകരിക്കേണ്ടത്. അത് അഭിമുഖീകരിക്കാതെ പലരും പുരോഗമന നാട്യക്കാരായി പച്ചന്ന പുരോഗമന വേഷധാരികളായിട്ടാണ് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ഗംഭീരമാണ്, മറ്റതൊക്കെ എന്ത് സാഹിത്യം, എന്ത് വര, എന്ത് എഴുത്ത്, എന്ത് ഭാഷ എന്നൊക്കെയുള്ള ഒരു കുലീനമായിട്ടുള്ള ഒരു നാട്യം അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് സമൂഹം വളരെ എളുപ്പത്തിൽ ഇത് നമ്മൾ വിചാരിക്കും നമ്മളെ ഭാഷ പോരാ, നമ്മൾ എഴുത്തത്ര പോരാ, നമ്മൾ വര അത്ര പോരാ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളുകൾ സ്വയം തന്നെ മാറി നിൽക്കും. കാരണം നമ്മളത് കൊള്ളാത്തതുകൊണ്ടാണ്, നമ്മൾ തന്നെ സ്വയം കൊള്ളാത്തതുകൊണ്ടാണ്. പക്ഷേ അതിന് ഇന്ന് മറികടന്നിരിക്കുന്നു. ഇപ്പോൾ ഞാനൊക്കെ എഴുതി ഈ ഇത്തരം കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു കാലത്ത് നാരായണൻ്റെ നോവൽ വന്നപ്പോൾ നാരായണൻ്റെ നോവലിനെ പറ്റി എഴുതാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല, ആ രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഞാനൊരു ലേഖനം എഴുതി, രണ്ടാമത്തെ എഡിഷനിൽ ആ ലേഖനം ചേർത്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ. തമിഴിലുള്ള ട്രാൻസ്ലേഷനിലും എൻ്റെ ലേഖനം ചേർത്തിട്ടുണ്ട്. അത് ഓതർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കൂടിയായിരിക്കും ചേർത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ തമിഴ്നാട്ടിൽ നിന്ന് അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ചില സംശയമൊക്കെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ നാരായണൻ്റെ നോവലിന് ഈ ആദിവാസികൾക്കിടയിൽ നിന്ന് ഈ രീതിയിലൊരു ആഖ്യാനം ഉണ്ടായി എന്നത് സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിലേക്ക് വരുന്നത് തന്നെ സഹിക്കാൻ പറ്റാത്ത, എങ്ങനെയാണോ പണ്ഡിറ്റ് കറുപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്ക് അസഹ്യമായി തോന്നിയത്, അതേ നിലയിൽ അതേ മാനസികാവസ്ഥയിൽ അവരിന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ രാജശേഖരനെ പോലുള്ള ആളുകൾ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത്. എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലോ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള വൈജ്ഞാനിക ഭൂമികയിലോ നിന്നുകൊണ്ടല്ല, മറിച്ച് ഈ പറയുന്ന ഉത്തമ അധമ ബോധ്യങ്ങളുടെ വരേണ്യതയുടെ തട്ടകത്തിൽ അവർ വളരെ സുരക്ഷിതമായി ഇരിക്കുന്നു. ആ സുരക്ഷിതമായ ഇടത്തിലേക്ക് മറ്റാരും കയറി വരണ്ട എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് KK ബാബുരാജാണോ ജയരഘുവാണോ ഉപയോഗിച്ചതെന്ന് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഈ സാഹിത്യം എന്നുള്ളത് ഈ സവർണതയുടെ തലസ്ഥാനമാണ് എന്ന് പറയുന്നുണ്ട് കേരളത്തിലെ. അതൊരു അർത്ഥത്തിൽ ശരിയാണ്. കാരണം ഈ സാഹിത്യത്തെ ഉപയോഗിച്ചാണ് നിരന്തരം ഇവിടെ ഒരു അധീശത്വം, സാഹിത്യ കേന്ദ്രിതമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ തത്വചിന്ത ചർച്ച ചെയ്യാറില്ല, ശാസ്ത്രം ചർച്ച ചെയ്യാറില്ല. നിങ്ങൾ ശാസ്ത്രത്തിലൊരു ബുക്ക് എഴുതിയ എത്ര ആൾ വായിക്കും? അല്ലെങ്കിൽ തത്വചിന്തയിൽ പുസ്തകം എഴുതിയ എത്ര ആൾ വായിക്കും? ഈവൻ മറ്റ് സൈദ്ധാന്തിക പുസ്തകങ്ങൾ എത്ര ആൾ വായിക്കും? അപ്പോൾ സാഹിത്യം എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകളും, ഇപ്പോൾ അടുത്ത കാലത്ത് ഈ പാവങ്ങളെക്കുറിച്ചുള്ള വലിയ സംവാദമൊക്കെ നടന്നു. പാവങ്ങൾ വായിക്കേണ്ട കൃതിയാണ്, ലോകം മുഴുവൻ വായിച്ച കൃതിയാണ്. അത് പരിഭാഷ വന്നു. പക്ഷേ സാഹിത്യം വായിച്ചതുകൊണ്ട് മാത്രം എത്രത്തോളം ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരോ അത് പരിഭാഷപ്പെടുത്തിയ ആൾ തന്നെ ആയിട്ടില്ല. ഈ ബുക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി തന്നെ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയമോ സ്വീകരിച്ച ആളല്ല. അപ്പം അതേസമയത്ത് സാഹിത്യം എന്നുള്ളത് ഒരു സാഹിത്യ കേന്ദ്രിതമായിട്ടുള്ള ജനതയാക്കി കേരളം പല കാരണങ്ങളാൽ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്.
അതിന് രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തലസ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗമാണത്. കാരണം സാഹിത്യത്തിൽ മേധാവിത്വം ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പുറന്തള്ളാൻ, ഈ പറയുന്ന ആവാസ വ്യവസ്ഥക്കകത്ത് നിന്ന് പുറന്തള്ളാൻ എളുപ്പമാണ് എന്ന് ഇവർക്കറിയാം. അല്ലാതെ നാരായണൻ്റെ സാഹിത്യം നല്ലത്, നാരായണനെ പറഞ്ഞ് നന്നാക്കണം എന്നാണ് പറയുന്നത്. ഇത് 50 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഏറ്റവും അടിത്തട്ടിലുള്ളൊരു മനുഷ്യൻ അതിൽ നിന്ന് ഉയർന്നു വന്ന് ഒരു സാഹിത്യം രചിച്ചപ്പോൾ അയാൾ നന്നാക്കി ഇനി ഉയർത്തണമെന്നാണ്. ഇത് അദ്ദേഹം എഴുതുന്നതന്നെ 50-55 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ അയാൾ കൂടുതൽ ഇനിയും നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞ് നന്നാക്കാനാണ് എന്നുള്ള വ്യാജേന ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു വാക്കുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക എന്ന്. മലബാർ ഭാഷയാണ്. അതായത് ഒരാളങ്ങനെ ഈ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളത്. അതുപോലെ ഈ ഇദ്ദേഹത്തെ നന്നാക്കാനാന്നുള്ള വ്യാജേന ഇദ്ദേഹത്തെ തകർക്കുക. അതൊരു വ്യക്തിയെ തകർക്കലല്ല, ഇതുപോലെ ആദിവാസിയാണെന്ന് പറഞ്ഞിട്ടോ ദളിതനാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റ് കീഴാളനാണെന്നോ ന്യൂനപക്ഷമാണെന്നോ ഒന്നും പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് കയറി വരണ്ട എന്നാണ് ചുരുക്കം. അത്തരത്തിലുള്ള അടയാളങ്ങളൊന്നും വേണ്ട. ഇത് ഉത്തമമാണോ അധമമാണോ അതാര് തീരുമാനിക്കും? അത് ഈ സോക്കോൾഡ് തമ്പുരാക്കന്മാർ സ്വീകരിക്കും. അവർ തീരുമാനിക്കും ഇത് ഉത്തമ സാഹിത്യമാണോ അധമ സാഹിത്യമാണോ. അപ്പോൾ അതുകൊണ്ട് ഇത് അവരുടെ അനുശീലനം കൊണ്ട് മാത്രം സംഭവിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അവരുടെ വരേണ്യമായിട്ടുള്ള അവരുടെ സ്ഥാനമാനങ്ങൾ പരിക്ക് പറ്റാതെ നിലനിർത്താനുള്ള, സൂക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ കൂടിയാണ് ഇതിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവരുമായിട്ട് വ്യക്തിപരമായൊരു പ്രശ്നം അവർക്കും ഇല്ല എനിക്കും ഇല്ല. പക്ഷേ അവരുടെ പ്രശ്നം ഇതൊക്കെ പറയുന്ന ഒരു പോക്കറോ ഒരു കെയ്യനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ രംഗത്ത് വേണ്ട എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു സന്ദർഭം ഈ CB ശ്രീരാമൻ്റെ ഒരു കഥയായി ബന്ധപ്പെട്ടാണ്. വാസ്തവത്തിൽ ഈ കേരളത്തിലാണ് മലയാളത്തിൽ അച്ചടിച്ച് വരുന്നത്. എന്ത് ഈ തമിഴ്നാട്ടിൽ ഈ SC ഭാഗത്തു നിന്നുള്ള ഒരാൾ തഹസിൽദാറായപ്പോൾ അയാൾ വലിയ ദ്രോഹം ചെയ്ത പത്രവാർത്ത വന്നു. അതുകൂടി കൂട്ടിയാണ് ഈ സാഹിത്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൽ നിന്ന് ഒരാൾ തഹസിൽദാറായാൽ അപകടം വരും എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ലേഖനം വായിച്ചാൽ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അന്നും കഴിയില്ല, ഇന്നും കഴിയില്ല. പക്ഷേ അന്നിവിടെ പ്രതികരിക്കാൻ അധികം ആളുണ്ടായില്ല. ഇനി അഥവാ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യധാര പുറത്ത് നിർത്തിയാൽ നമ്മൾ പരസ്പരം പോലും അറിയണമെന്നില്ലല്ലോ. കാരണം എവിടെയെങ്കിലും ചെറിയ മാസികയിൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും, KK ബാബുരാജോ അവരാരെങ്കിലും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എഴുതാതിരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ തലസ്ഥാന നഗരം ആരാണോ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്, അവരുടെ ഉത്തമ അഥവാ ദ്വന്ദ്വത്തിൽ കറങ്ങി നമ്മുടെ കേരളം ഇനിയും ഒരുപാട് കാലം നിലനിൽക്കണം എന്നുള്ള അവരുടെ ബോധാബോധങ്ങളിലുള്ള പ്രവർത്തനമാണ് ഇവിടെ. അല്ലാതെ എന്നോടൊരു വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ഈ കെയ്യനോടുള്ളൊരു വിരോധമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാരായണനോട് തന്നെയുള്ളൊരു വിരോധമോ ഒന്നുമല്ല. നിങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം ഞങ്ങൾ നൽകിയിട്ടുണ്ട്, അവിടെ നിന്നാൽ മതി എന്നുള്ളതാണ്. അത് അപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് കയറി വരണ്ട എന്നാണ് ചുരുക്കം.